ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഒരുപാട് പേര് കാത്തിരുന്നിട്ടുള്ള നമ്മുടെ പൈപ്പ് ക്ലീനർ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ വെച്ചിട്ട് എന്താ ചെയ്യുക, എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുക എന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം അതിന് ശേഷം നിങ്ങൾക്ക് ഇത് വേണം എന്നുള്ളെങ്കിൽ നമ്മൾ ഒരു കിറ്റാക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ നമുക്ക് കിറ്റായിട്ട് വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് 2 പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. ഒരു പിങ്കും ഒരു ബ്ലാക്കും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നീളം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അറ്റവും കൂടെ അങ്ങനെ ജോയിൻ്റ് ആക്കുക. പിരിച്ചിട്ട് നമുക്കിത് വളക്കാനും പിരിക്കാനും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ ഇത്. കണ്ട, അപ്പോൾ നമുക്കിത് ഇങ്ങനെ നീളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു പെന്നാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പെന്നാണ് നമുക്ക് ഇതിനായിട്ട് വേറെ എന്തെങ്കിലും ഒരു നീളത്തിലുള്ള എന്തെങ്കിലും സംഭവം കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഈ ഒരു പൈപ്പ് ക്ലീനർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിയിട്ട് എടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റുക. ഇത് ഫുള്ളായിട്ട് ചുറ്റുക. നമ്മളിത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് എടുക്കുക. ഇതിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, ഇനി വേറൊരു പിങ്ക് പൈപ്പ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ അറ്റം വരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണ്. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കട്ടോ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു സംഭവമില്ലേ, അത് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പിങ്കിൻ്റെ അറ്റം എവിടെയാണോ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ ആ ഒരു അറ്റം വരെ ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ 2 തലയും കൂടെ അങ്ങനെ വലിക്കുക. ഇവിടെ ഇത് നമ്മളിങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു വൃത്തി നമുക്ക് കിട്ടുള്ളൂ. ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ട, ഇങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്തതിന് ശേഷം ഇതൊക്കെ നമ്മളിങ്ങനെ വിടർത്തിയിട്ട് ആക്കി കൊടുക്കണം. എന്നിട്ട് ഈ 2 ഭാഗം, ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗവും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. അങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുക. എന്നിട്ട് നമ്മളിത് വീണ്ടും ഇവിടെ അങ്ങനെ ഇതിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വിടർത്തി കൊടുക്കുക. കണ്ട, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുക. അപ്പം നമ്മളങ്ങനെ ഒരുപാട് ഫ്ലവറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഇത്രയും ഫ്ലവറുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രേ പണിയുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഗോൾഡ് ബീഡാ അതുപോലെ തന്നെ ഹാഫ് ബീഡാ ഒക്കെ നമ്മൾ കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ ഇതിന് ബാക്കി വന്ന ബാലൻസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പശ വരട്ടുക.
ഞാൻ ഹാഫ് ബീഡാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും ഹാഫ് ബീഡ് വെച്ചെടുക്കുന്നുണ്ട്. ഇതന്നെ വെക്കണമെന്നില്ല, നമുക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് സ്റ്റോണാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് വെച്ചെടുക്കാം. ഞാനിപ്പോൾ ഹാഫ് ബീഡ് ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ഹാഫ് ബീഡ് വെച്ച് കൊടുക്കുക എന്ന് മാത്രം. അതുപോലെ നമ്മളെല്ലാതും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നല്ല സുഖമാണ് നമുക്ക്. കാരണം ഈ പൈപ്പ് ക്ലീനർ എന്ന് പറയുമ്പോൾ വളക്കാനും തിരിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അറിയാത്തവർ ഒരുപാട് ഉണ്ടാവൂലേന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ. പലർക്കും നമ്മൾ കിറ്റൊക്കെ ഇടുമ്പോൾ കിറ്റ് വാങ്ങണം എന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് എങ്ങനെ എന്താ ചെയ്യാന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ മെസ്സേജൊക്കെ വിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മളിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എന്നിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കിറ്റ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ലേ, ഹെയർ ബാൻഡ് എടുക്കുക. അപ്പോൾ ഏത് ഹെയർ ബാൻഡ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ട് ആ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ പിങ്ക് ഇത് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ഇതിപ്പോൾ ഞാൻ ഈ ഒരെണ്ണം ചുറ്റിയപ്പോൾ തന്നെ എനിക്കൊരു 3-4 ഇത് ആവശ്യം വന്ന്. എന്ത് ഈ പൈപ്പ് ക്ലീനർ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 എണ്ണമൊക്കെ നമുക്ക് അപ്പം നമുക്കൊരു 3 പൈപ്പ് ക്ലീനർ ഉണ്ടായാലാണ് ഒരു ഹെയർ ബാൻഡ് ഫിനിഷ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ചുറ്റുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, വെറുതെ അങ്ങനെ ഇതാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത്, നിങ്ങൾക്ക് പിങ്ക് ഒരു ഹെയർ ബാൻഡ് എടുത്ത്, പിങ്ക് ഹെയർ ബാൻഡിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുറ്റാട്ടാ. അപ്പം നമ്മൾ കാണിച്ചു തരുന്നില്ല, അതിങ്ങനെ ഈ ഒരു പിങ്ക് ഇത് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഇത് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി പിങ്ക് ഹെയർ ബാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇനി ചുറ്റിയിട്ട് കാണിച്ചു തരുന്നില്ല. അതിപ്പോൾ ചുറ്റുക എന്ന് പറയുമ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന അത്ര പണിയില്ല അത് ചുറ്റുക. അപ്പോൾ അത് ചുറ്റണം എന്നുള്ളവർക്ക് ചുറ്റുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പിങ്ക് ഹെയർ ബാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ ചുറ്റിയിട്ട് കാണിക്കണില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുമ്മേ പശ വരട്ടിയിട്ട് ഓരോ ഫ്ലവറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് അങ്ങോട്ട് ആ ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്ലാക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം വെച്ചപ്പോൾ ഒരു സൈഡിലേക്കായി, പിന്നെ എനിക്ക് മനസ്സിലായിട്ട് ഞാനത് തിരുത്തി വെക്കുകയും ചെയ്തു. അതുപോലെ നമ്മൾ ഈ 3 ഫ്ലവറും ഈ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഞാൻ എന്ത് ചെയ്ത് ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലും അറ്റാച്ച് ചെയ്ത് കൊടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ബാൻഡ് തന്നെ ഉണ്ടാക്കണമെന്നില്ല, ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ വേറെ ഫ്ലവറുകൾ ഉണ്ടാക്കിയിട്ട് അതും ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതെന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് അറിയാത്തവരുണ്ട് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് എന്ത് ചെയ്യും, എങ്ങനെയാണ് ഹെയർ ബാൻഡ് ആണെങ്കിലും ആലിഗേറ്റർ ക്ലിപ്പാണെങ്കിലും ഒക്കെ എങ്ങനെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കും എന്നിങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേര്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കിറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വാങ്ങാവുന്ന രീതിയിലുള്ള ഒരു കിറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ കിറ്റ് വേണമെന്നുള്ളവർ ഈ ഒരു വീഡിയോയുടെ അടിയിൽ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കിറ്റായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.